പദ്ധതിക്കെതിരെ AIYF-ഉം AISF-ഉം ചേർന്ന് നടത്തിയ നിയമസഭാ മാർച്ചിനെതിരെ ഉണ്ടായ പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കട്ടപ്പനയിൽ AIYF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. PM ശ്രീ പദ്ധതിക്കെതിരെ CPI-യുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായ AIYF-ഉം AISF-ഉം ചേർന്ന് നടത്തിയ നിയമസഭാ മാർച്ചിനെതിരെ ഉണ്ടായ പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു കട്ടപ്പനയിൽ AIYF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. യോഗം AIYF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് KJ ജോയ്സ് ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ പദ്ധതി എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ പേരിൽ അവിടേക്ക് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റും കൂടി പങ്കിടുന്നൊരു പദ്ധതി. പക്ഷേ ആ പദ്ധതിക്കകത്ത് നിബന്ധനകൾ വളരെ അവരുടെ നിബന്ധനകൾ എന്ന് പറയപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ പേര് വെക്കണം. ആ പേര് വെക്കുന്നത് മാത്രമല്ല, PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന ഈ സ്കൂളുകൾക്കകത്ത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ആ നിലപാടിന്റെ ഭാഗമായി ആ പോളിസി എന്താണോ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ക്രൈറ്റീരിയകളെല്ലാം പാലിക്കാൻ ആ സ്കൂളുകൾ നിർബന്ധിതമാകും. അങ്ങനെ നിർബന്ധിതമാകുമ്പോൾ ഇവിടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള എല്ലാ നടപ്പിലാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനങ്ങളായി ഈ PM ശ്രീ നടപ്പിലാക്കുന്ന സ്കൂളുകൾ വരുന്നു. അത് കേരളത്തിന്റെ മതേതര മനസ്സിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നൊന്നല്ല. AIYF ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അജീഷ് മുതുകുന്നേൽ അധ്യക്ഷനായിരുന്നു. വന്നാലും ഏത് മലിനജലം വന്നാലും ഏത് കക്കൂസ് കുടിയിൽ നിന്ന് വെള്ളമൊഴിച്ചാലും ഞങ്ങളുടെ ആശയങ്ങളെയോ ഈ നാട്ടിലെ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും നാളുകളുടെ വാഗ്ദാനങ്ങളെയും ഇല്ലാതാക്കുന്ന ഏത് AIYF ഇടുക്കി ജില്ലാ സെക്രട്ടറി ആനന്ദ് വിള ഈ സമയത്തേക്ക് കടന്നു വരുന്നത് CPI-യും അതുപോലെ CPI-യുടെ യുവജന സംഘടനയും AIYF-ഉം AISF ഒക്കെ മുന്നോട്ട് വരുമ്പോൾ ആ സമരത്തെ അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് ചെന്നിത്തലയുടെ പോലീസ് മുന്നോട്ട് വെക്കുന്നത്. AISF ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഡെൽവിൻ അഗസ്റ്റിൻ നമുക്ക് അഭിമാനത്തോടു കൂടി പറഞ്ഞു വെക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ അട്ടിമറിക്കുന്ന സംഘപരിവാരത്തിന്റെ കാൽക്കുമ്പിൽ കൊണ്ടുവന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വെക്കുന്ന ഒരു അജണ്ടയുമായി മുന്നോട്ട് പോകുവാൻ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തുനിഞ്ഞിറങ്ങിയപ്പോൾ കൊടിയുടെ നിറം നോക്കാതെ സമരത്തിനായി തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിയ പ്രസ്ഥാനമാണ് AIYF-ഉം AISF-ഉം എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് ഈ നാട്ടിലെ ആളുകളോട് വിളിച്ചു പറയാൻ സാധിക്കും. AIYF സംസ്ഥാന കൗൺസിൽ അംഗം സനീഷ് മോഹൻ, ഷാൻ VT എന്നിവർ സംസാരിച്ചു. നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കാണുന്നത്. അതിൽ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നേരെ മറിച്ചുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകളെല്ലാം മാറ്റി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സർക്കാരിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ സമരവുമായിട്ട് നമ്മുടെ ആശയപ്രവർത്തനമായിട്ട് ചെല്ലുന്നത്. AIYF നേതാക്കളായ സെന്തിൽകുമാർ, അജേഷ് മണികണ്ഠൻ, രഞ്ജിത്ത് രാമചന്ദ്രൻ, രഞ്ജിനി അജീഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. AM ന്യൂസ് നെറ്റ്വർക്ക്, കട്ടപ്പന.